അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമായ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന്. വെള്ളിയാഴ്ച ദിവസത്തിന് അതിൻ്റേതായ പവിത്രതയുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ് എന്നാണ് യൗമുൽ ജുമുഅയെ വിശേഷിപ്പിക്കാറുള്ളത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തിന് നൽകിയ മഹത്വം അങ്ങനെയാണ്. ഫീഹി ഖുലിഖ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ട ദിവസം. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് വെള്ളിയാഴ്ച അവരുടെ നിർബന്ധമായ ജുമുഅയുടെ ഒത്തുകൂടൽ അത് മനുഷ്യപിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള ഒരു ആദര സൂചകം കൂടിയാണ്. എന്നാൽ ഇവിടെ സയ്യിദുൽ അയ്യാമും സയ്യിദു ഷുഹൂറും ഒരുമിച്ച് കൂടുന്ന, മാസങ്ങളുടെ നേതാവെന്ന് വിശേഷിപ്പിക്കുന്ന വിശുദ്ധ റമദാനും ദിവസങ്ങളുടെ നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യൗമുൽ ജുമുഅയും ഒരുമിച്ച് കൂടുമ്പോൾ അതിന് എന്തെന്നില്ലാത്ത പവിത്രതയുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അക്സിറു സ്വലാത്ത അലയ്യ, നിങ്ങളെനിക്ക് ധാരാളം സ്വലാത്തുകൾ ചൊല്ലണമെന്നതാണ്. അങ്ങനെ ഇബാദത്തുകളെ കൊണ്ട് നോമ്പുകാരായി ഒരു വെള്ളിയാഴ്ച ദിവസത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഫീഹ സാഅത്തുൻ, ആ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേകമായ സമയമുണ്ട്. ആ സമയം ഏതെന്ന് അള്ളാഹു നമുക്ക് നിർണയിച്ചു തന്നിട്ടില്ല. ആ സമയത്തോട് ലാ യുവാഫിഖുഹ അബ്ദുൻ, ഒരു അടിമ ആ സമയത്തെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ സമയത്തെ ഇജാബത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ലാ യുവാഫിഖുഹ അബ്ദുൻ, ഒരു അടിമ ആ സമയത്തോട് യോജിച്ചു വന്ന് ആ അടിമയുടെ ചോദ്യവും ആ സമയവും ഒരുമിച്ച് വന്നാൽ അതിന് തീർച്ചയായും ഇജാബത്തുണ്ട് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ നോമ്പുകാരായി ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയും നമ്മൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ചോദിക്കുകയും നാം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് മാപ്പിരക്കുകയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് തന്നെ ആ വെള്ളിയാഴ്ച അത് ഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഒരു പെരുന്നാൾ പോലെയാണ്. ഹജ്ജുൽ ഫുഖറാഇ വൽ മസാക്കീൻ, പാവങ്ങളുടെ ഒരു ഹജ്ജാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഖുതുബയും ആ വെള്ളിയാഴ്ചയിലെ സൂറത്തുൽ കഹ്ഫ് ഓതുക അടക്കമുള്ള എല്ലാ ഇബാദത്തുകളും നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം. അല്ലാഹു തആല നമുക്ക് ഈ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. വിശ്വാസികളുടെ തേട്ടം അങ്ങനെയാണ്. ഈ വെള്ളിയാഴ്ച പകലിൽ അതല്ലെങ്കിൽ അതിൻ്റെ രാത്രിയിൽ, അതായത് വെള്ളിയാഴ്ച രാവെന്ന് നമ്മൾ വിളിക്കുന്ന വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി, ഈ രാത്രിയിലാണ് ഒരാളുടെ മരണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ അവനെ ഫിത്നയാക്കുകയില്ല. ഖബറിലെ ഫിത്നകളെ തൊട്ട് അവനക്ക് രക്ഷയുണ്ടാവും. ഖബറിലെ ഹിസാബുകളെക്കുറിച്ച്, അതിലെ വിചാരണയെ തൊട്ട് അവന് അള്ളാഹു വലിയ രക്ഷ നൽകും എന്ന് പ്രത്യേകം ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.